ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരു ചെറിയൊരു കേക്ക്, അതും 12 മണിക്ക് സർപ്രൈസ് കൊടുക്കേണ്ടതാട്ടാ. ഹസ്ബൻഡ് വൈഫിനാണ് സർപ്രൈസ് കൊടുക്കുന്നത്. ഭയങ്കര ലോങ് ആട്ടാ, നമുക്ക് യാത്ര കുറേ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനും ആമിക്കുട്ടിയും കേക്കും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആമി ഇന്ന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് കൊടുക്കാനായിട്ട്. നല്ല ഇരുട്ടാണ്, 12 മണിയാണ് സമയം, എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോങ് ആയിട്ടുള്ള നമ്മുടെ പ്ലേസ് എത്തിയിട്ടുണ്ട്, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്. അപ്പം സച്ചുവിൻ്റെ വക രേഷ്മയ്ക്കായിരുന്നു കേട്ടോ സർപ്രൈസ്. അപ്പം 12 മണിക്ക് ഞങ്ങൾ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവനക്കറിയാം നമ്മൾ വരുന്ന, അവൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമിക്കുട്ടിയുടെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അതിക്കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബെല്ലടിച്ചു. അപ്പം ആരാ ഡോറ് തുറക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ഡോറ് തുറക്കുന്നതും നോക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. അപ്പം ആമീനോട് പറഞ്ഞ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്, ആൻറ്റി വരുന്നത് വരെ നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആമിയും ആയിക്കോട്ടെ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ സെറ്റായി ആമി നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മൾ നിന്നു. ഡോറ് തുറക്കുന്നത് കാണില്ല കേട്ടാ. പിന്നെ ഇവർ ഉറങ്ങിപ്പോയോ എന്നൊക്കെയുള്ള ഡൗട്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഡോറ് തുറന്ന്. അപ്പം നമ്മൾ വിചാരിച്ച ആളല്ലായിരുന്നു സച്ചു ആട്ടാ തുറന്നത്. പിന്നെ രേഷ്മേനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടിയായിരുന്നു. നിന്നെ കാണാൻ ആമി വന്നിരിക്കുക വായോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പം തന്നെ ആൾക്ക് ഡൗട്ട് അടിച്ചു, ആമി നേരത്തെ എന്തായാലും വരില്ലല്ലോ. അങ്ങനെ സർപ്രൈസ് ആണെന്നുള്ളത് ആൾ അപ്പം തന്നെ ആൾക്ക് മനസ്സിലായിട്ടാവും. പിന്നെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തു. പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേക്കിങ്ങിലേക്ക് വന്നിട്ട് ഇങ്ങനെ സർപ്രൈസ് ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര സന്തോഷമാണത്. നമ്മൾ ഈ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ആളുടെ മുഖത്തുള്ളൊരു സന്തോഷമല്ലേ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖാട്ടോ. അപ്പം അങ്ങനെ കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചോട്ടെ. ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് മാംഗോ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് വെച്ചു. ആമിക്കുട്ടിയും സച്ചേട്ടനും രേഷ്മാൻ്റെയും ഇവർ 3 പേരും കൂടെ ആട്ടാ കട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആമിയുടെ ബർത്ത്ഡേക്ക് ഇവർ കൈ പിടിച്ച് കട്ട് ചെയ്യുന്ന പോലെ ആട്ടാ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ആമിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്നും കേക്ക് ഉണ്ടാക്കുന്ന വീട്ടിലായാലും പിന്നെ കൊതി ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതേ സെയിം അവസ്ഥയെ. മിക്ക സമയത്തും ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓവനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു സ്കിന്ന് വരില്ലേ, അപ്പം അത് കട്ട് ചെയ്ത് കൊടുക്കണം, അതിന്മേ ക്രീം തേക്കണം. പണ്ടുമ്മ ഇങ്ങനെ പറയും കഴിക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ കൊതി കൂടുക എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ എനിക്കത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ആമിക്ക്. അപ്പം അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ആമിക്കുട്ടിക്ക് വെച്ചു കൊടുത്തത് കേട്ടോ. അപ്പോഴേക്ക് കറക്റ്റ് ആമിയുടെ ബർത്ത്ഡേക്ക് ഇവർ 2 പേരും കൈ പിടിച്ച് കട്ട് ചെയ്യുന്ന പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആമിയുടെ വക സച്ചേട്ടനും രേഷ്മാൻ്റിക്കൊക്കെ കേക്ക് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ഉറക്കൊഴിച്ച് ഇവർക്ക് ഇത് കൊടുക്കാനായിട്ട് ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നല്ലോ, സമ്മതിക്കണ ആളെ. ഇതിനോടൊപ്പം തന്നെ അച്ചുമോനുണ്ടായിരുന്നു, പക്ഷെ ആള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലാറ്റായി പോയിട്ട് ഉറങ്ങി. അപ്പം അങ്ങനെ അവരുടെ വായലൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ടാ. അപ്പോൾ കുഞ്ഞൊരു പീസ് കേക്കായിരുന്നല്ലോ അപ്പോൾ വായ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആമിക്കും അച്ഛനുമായിട്ടുള്ള ഒരു പീസ് നമ്മുടെ പാത്രത്തിൽ തന്ന്. അപ്പം അതും കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ലോങ് ഡെലിവറി? ഒരുപാട് ദൂരല്ലേ, ഭയങ്കര ക്ഷീണാട്ടാ. ഇനി പോയിട്ടൊന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചു. പോയ പാടെ തന്നെ കിട്ടിയ കേക്ക് കഴിക്കാന്നുള്ള ഒരു സന്തോഷത്തിലാട്ടോ മറ്റാള്. കുഞ്ഞിക്കുള്ളത് എടുത്തു വെച്ചിട്ട് ആമിയുടെ ആമി കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.